students, welcome to my channel Focus Biology. Plus 1 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്ലസ് 1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കഷനായിട്ട് പോകുന്നത്. പ്ലസ് 1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ലിവിംഗ് വേൾഡ് എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 6 പാർട്ടുണ്ടായിരുന്നു, അതിൽ 5 പാർട്ടും കോഡിലൂടെ ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ, അതായത് പ്ലസ് 1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിലെ ക്ലാസ്സുകൾ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക. അതിനു മുൻപ് നിങ്ങൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞു. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്താണ് നമുക്കറിയാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ്. ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ്. അപ്പോൾ എന്താണ് ബയോളജി? ബയോളജി എന്നത് 2 വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായ ഒരു പദമാണ്. ബയോസ്, ലോഗോസ് എന്നീ 2 വാക്കുകൾ കൂടിച്ചേർന്ന ഒരു പദമാണ് ബയോളജി എന്ന് പറയുന്നത്. ബയോസ് എന്ന് പറഞ്ഞാൽ ലിവിങ് എന്നർത്ഥം, ലോഗോസ് എന്ന് വെച്ചാൽ സ്റ്റഡി എന്നർത്ഥം. അപ്പോൾ ബയോസ്, ലോഗോസ് എന്നീ 2 പദങ്ങൾ കൂടിച്ചേർന്നതാണ് ബയോളജി. സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയാം. ബയോളജി എന്ന് പറയുമ്പോൾ എന്ത് പറയാം? സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഈ ബയോളജിയും ക്ലാസിഫിക്കേഷനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിക്കഴിഞ്ഞു, അതിനുള്ള ഡെഫിനിഷനും ആയിക്കഴിഞ്ഞു. നോക്കുക, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ് അല്ലെ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ്. ബയോളജി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അപ്പൊ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ലിവിങ് ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. പണ്ട് കാലം മുതലേ നമ്മുടെ മുന്നിലുള്ള ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ക്ലാസിഫിക്കേഷൻ പലപ്പോഴും ഓരോരുത്തരുടെ ആവശ്യത്തിനും അവരവരുടെ താല്പര്യത്തിനും അനുസരിച്ചായിരുന്നു. ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ, വർഗീകരിക്കുന്നതിൽ ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള ക്ലാസിഫിക്കേഷൻ നൽകിയ വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഫാദർ ഓഫ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. ഫാദർ ഓഫ് ബയോളജി അഥവാ ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇനി ഫാദർ ഓഫ് സുവോളജി, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജി അഥവാ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനാണ്. മാത്രമല്ല ഫാദർ ഓഫ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അപ്പോൾ ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഒരു ശ്രമം നടത്തിയത് ആരായിരുന്നു? അരിസ്റ്റോട്ടിലായിരുന്നു. അരിസ്റ്റോട്ടിൽ ഹി ഡിവൈഡ് ദ ഹോൾ ഓർഗാനിസംസ് ഇൻടു 2 ഗ്രൂപ്പ്സ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അരിസ്റ്റോട്ടിൽ മുഴുവൻ ജീവികളെയും 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും തിരിച്ചു. അപ്പോൾ മുഴുവൻ ഓർഗാനിസംസിനെയും അരിസ്റ്റോട്ടിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും 2 ഗ്രൂപ്പായി തിരിച്ചു. അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ അവയുടെ വലിപ്പത്തിന്റെ അല്ലെങ്കിൽ സൈസിന്റെ അടിസ്ഥാനത്തിൽ 3 കാറ്റഗറിയിലായി ക്രമീകരിച്ചു. ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഏതൊക്കെയാണവ? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഓഷധികൾ, അതായത് വലിപ്പം തീരെ കുറഞ്ഞ ചെടികളെയാണ് നമ്മൾ ഹെർബ്സ് അഥവാ ഓഷധികൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തുളസി, ബാൾസം കേട്ടിട്ടുണ്ടല്ലോ. ഇവ വളരെ വലിപ്പം കുറഞ്ഞ ചെടികളാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിപ്പം കുറഞ്ഞ ചെടികൾ അദ്ദേഹം ഹെർബ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. ദെൻ അടുത്ത കാറ്റഗറി ഏതാണ്? ഷ്രബ്സ്. ഹെർബ്സിനേക്കാളും വലിപ്പം കൂടിയ ചെടികൾ, പ്ലാന്റ്സ്, അതായത് നമ്മൾ കുറ്റിച്ചെടികൾ എന്ന് പറയും. ഹിബിസ്കസ്, ചെമ്പരത്തി, റോസ് പ്ലാന്റ് എന്നിവ വരുന്ന കാറ്റഗറിയാണ് ഷ്രബ്സ്. ദെൻ വലിപ്പം കൂടിയ പ്ലാന്റ്സിന് അദ്ദേഹം എന്ത് ചെയ്തു? ട്രീസ് എന്ന മറ്റൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ പ്ലാന്റ്സിനെ അവയുടെ വലിപ്പത്തിന്റെ അല്ലെങ്കിൽ സൈസിന്റെ അടിസ്ഥാനത്തിൽ
അദ്ദേഹം എന്ത് ചെയ്തു? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെ അദ്ദേഹം 2 കാറ്റഗറിയായിട്ട് തിരിച്ചു. ഏതിന്റെ അടിസ്ഥാനത്തിൽ? റെഡ് ബ്ലഡിന്റെ അടിസ്ഥാനത്തിൽ 2 കാറ്റഗറിയായിട്ട് തിരിച്ചു. ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് എന്നും ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് എന്നും 2 കാറ്റഗറിയായിട്ട് തിരിച്ചു. അപ്പൊ റെഡ് ബ്ലഡ് ഉള്ള ഓർഗാനിസംസിന് നമുക്കറിയാം. ഇനി റെഡ് ബ്ലഡ് ഇല്ലാത്തതിന്റെ എക്സാമ്പിൾ ആണ് കോക്രോച്ച് എന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷന് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രമേ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഹി യൂസ്ഡ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. പ്ലാന്റ്സിനെ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നീ 3 കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്തതിന് അദ്ദേഹം വളരെ കുറച്ച് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു, വലിപ്പത്തിന്റെ കാര്യത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തത് എന്ന് പറഞ്ഞു. ഹി യൂസ്ഡ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അതുപോലെ തന്നെ he divided animals into 2 groups, those which had red blood and those that did not. റെഡ് ബ്ലഡ് ഉള്ള ജീവികളെന്നും റെഡ് ബ്ലഡ് ഇല്ലാത്തവ എന്നും അദ്ദേഹം 2 കാറ്റഗറിയിലേക്കാണ് ആനിമൽസിനെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. Biological classification is the grouping of living organisms. Biological classification is defined as the grouping of living organisms. Aristotle was the earliest to attempt a more scientific basis for classification. ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ജീവികളെ വർഗീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയത് അരിസ്റ്റോട്ടിൽ ആയിരുന്നു. അരിസ്റ്റോട്ടിൽ ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് സുവോളജി അഥവാ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഹോൾ ഓർഗാനിസംസിനെ പ്ലാന്റ്സ്, ആനിമൽസ് എന്നീ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ദെൻ ചില മോർഫോളജിക്കൽ ആയിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും പ്ലാന്റ്സിനെ 3 കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നിങ്ങനെ. ദെൻ ആനിമൽസിനെ അദ്ദേഹം 2 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് എന്നും ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് എന്നും. അദ്ദേഹം ചില മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രമേ ഉപയോഗിച്ചെന്ന് പറഞ്ഞു അല്ലേ? ഹി യൂസ്ഡ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഓൾസോ he divided the whole animals into 2 groups, those which had red blood and those that did not. നമ്മുടെ അരിസ്റ്റോട്ടിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത് വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ചുകൊണ്ടാണ്. എന്നാൽ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശാസ്ത്രീയമായ ഒരു ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചത് ലിനേയസ് ആണ്. ക്ലാസിഫിക്കേഷൻ ബൈ ലിനേയസ്, ദാറ്റ് ഈസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലും നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ ഹോൾ ഓർഗാനിസംസിനെ 2 ഗ്രൂപ്പിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണ്? പ്ലാന്റ്സ് എന്ന ഗ്രൂപ്പിലും ആനിമൽസ് എന്ന ഗ്രൂപ്പിൽ തന്നെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്തത്. പക്ഷേ അരിസ്റ്റോട്ടിൽ ആണ് ആദ്യം ഇപ്രകാരം ക്ലാസിഫൈ ചെയ്തത് എങ്കിലും ആക്ച്വൽ ക്രെഡിറ്റ് ഗോസ് ടു ലിനേയസ്. അരിസ്റ്റോട്ടിൽ ആണ് ക്ലാസിഫൈ ചെയ്തതെങ്കിലും ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കാണ് പോയത്? ലിനേയസിനാണ്. കാരണം ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത്. എന്നാൽ ലിനേയസ് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. നോക്കാം. ലിനേയസ് classified the whole organisms into 2 groups, that the kingdom Plantae and kingdom Animalia. ഇദ്ദേഹവും ഹോൾ ഓർഗാനിസംസിനെ എന്ത് ചെയ്തു? 2 ഗ്രൂപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ്? കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം അനിമേലിയ എന്നും. ദിസ് സിസ്റ്റം വാസ് യൂസ്ഡ് ടിൽ വെരി റീസെന്റ്. ഈ അടുത്ത കാലം വരേക്കും, കുറച്ചു കാലം മുൻപ് വരേക്കും ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ 2 kingdom classification used for a long time was found inadequate. കൂടുതൽ കാലം നമുക്ക് 2 kingdom ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാരണം വന്നു. എന്തുകൊണ്ടാണ്? ഇവയ്ക്ക് ചില പോരായ്മകൾ അല്ലെങ്കിൽ ഇവയ്ക്ക് ചില ഡീമെറിറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ഇവയുടെ ഡീമെറിറ്റ്സ്? This system did not distinguish prokaryotes and eukaryotes. ഓർഗാനിസംസിനെ
പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ എന്ന രീതിയിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തില്ല ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്. പ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമിറ്റീവ്. കാരിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ്. കാരിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ്. അപ്പോ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ് എന്ന് പറയാം. ഒരു ഓർഗാനിസത്തിനുള്ള ന്യൂക്ലിയസ് ട്രൂ ന്യൂക്ലിയസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവയ്ക്ക് 3 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. നോക്കുക, ഒന്നാമതായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കണം. എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കണം. ദെൻ ന്യൂക്ലിയോലസ് ഉണ്ടായിരിക്കണം. എന്താണ്? ന്യൂക്ലിയോലസ്. ദെൻ ഇവയ്ക്ക് ന്യൂക്ലിയോപ്ലാസം വിത്ത് ക്രോമാറ്റിൻ റെറ്റിക്കുലം ഉണ്ടായിരിക്കണം. എന്താണ്? ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസിൽ എന്തുണ്ടായിരിക്കണം? ക്രോമാറ്റിൻ മെറ്റീരിയൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ DNA. അപ്പോൾ ഒരു ഓർഗാനിസത്തിലുള്ള ന്യൂക്ലിയസ് അത് ട്രൂ ന്യൂക്ലിയസ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അവയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കണം. ദെൻ ന്യൂക്ലിയോലസ് ഉണ്ടായിരിക്കണം. ന്യൂക്ലിയോപ്ലാസം ഉണ്ടായിരിക്കണം. ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ ക്രോമാറ്റിൻ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പ്രോകാരിയോട്സിൽ എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ഇവയെ നമ്മൾ ന്യൂക്ലിയസ് എന്നല്ല പറയുന്നത്, ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാറുള്ളത്. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലുള്ള ന്യൂക്ലിയസ് നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോയിഡ്. ഈ ഓയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് സ്ട്രക്ചർ എന്നാണ് അർത്ഥം. ഓയിഡ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ ആണ് എവിടെയുള്ളത്? പ്രോകാരിയോട്സിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസിന് അദ്ദേഹം എന്ത് ചെയ്തില്ല? എവിടെ പ്ലേസ് ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവയെ അദ്ദേഹം ഡിസ്റ്റിംഗ്വിഷ് ചെയ്തില്ല. ദെൻ യൂകാരിയോട്സ്. എന്താണ് യൂകാരിയോട്സ്? യു മീൻസ് ട്രൂ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ. കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം എന്നിവ ഉള്ള ഓർഗാനിസത്തെയാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ഇവയെ എവിടെ പ്ലേസ് ചെയ്യുമെന്നും ആര് പറഞ്ഞില്ല? ലിനേയസ് പറഞ്ഞില്ല. അപ്പോ ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അപ്പൊ എന്താണ് പ്രോകാരിയോട്സ് എന്ന് മനസ്സിലായി. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് എന്തുണ്ടാവില്ല? ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലായിരിക്കും. അത് മാത്രമല്ല മെംബ്രെയിനാൽ ചുറ്റപ്പെട്ട ഓർഗനൽസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എക്സാമ്പിൾ ആണ് ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് എന്നിവ. ഇത് എവിടെ ആബ്സെന്റ് ആയിരിക്കും? പ്രോകാരിയോട്സിൽ ആബ്സെന്റ് ആയിരിക്കും. ഇവയ്ക്ക് പ്രിമിറ്റീവ് ആയ ന്യൂക്ലിയസ് ആണുള്ളത്. പിന്നെ എന്താണ് ഇത് ട്രൂ ന്യൂക്ലിയസ് അല്ല എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം എന്നിവ ആബ്സെന്റ് ആയിരിക്കും. പിന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ലാത്തവയാണ് പ്രോകാരിയോട്സ്. ശരിക്കും പറഞ്ഞാൽ ഇവയിലുള്ളത് ന്യൂക്ലിയോയിഡ് ആണ്. ഓയിഡ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? ലൈക്ക് സ്ട്രക്ചർ എന്നാണ് മീനിങ്. അപ്പോൾ ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ്. എന്നാൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ് യൂകാരിയോട്സ്. ഇവയ്ക്ക് ട്രൂ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ദെൻ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ എക്സെട്ര എന്നിവയും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് എന്നൊരു വേർതിരിവ് ആര് കാണിച്ചില്ല? ലിനേയസ് കാണിച്ചില്ല. ദെൻ he did not distinguish unicellular and multicellular organisms. കൂടാതെ യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്നുള്ളൊരു വേർതിരിവ് അദ്ദേഹം ഇവിടെയും തന്നില്ല. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകകോശ ജീവികൾ, ഒരു സെൽ മാത്രമുള്ള ഓർഗാനിസംസ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സെൽസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികൾ, ബഹുകോശ ജീവികൾ. ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്നിവയായിട്ട് ജീവികൾ എന്ത് ചെയ്തില്ല? വേർതിരിച്ച് കാണിച്ചില്ല. ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. പിന്നെ എന്തായിരുന്നു ഇതിന്റെ ഡിമെറിറ്റ്? ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഓർഗാനിസംസ് ആണോ, ഫോട്ടോസിന്തസിസ് നടത്താത്ത ഓർഗാനിസംസ് ആണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തില്ല. ഇദ്ദേഹം പ്ലാന്റ് എന്ന ഒറ്റ ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ്
ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇവയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അതായത് ഇവ ഫോട്ടോസിന്തറ്റിക് ആണ്. എന്നാൽ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ഫഞ്ചൈ. ഏതാണ്? ഫഞ്ചൈ. ഫഞ്ചൈയിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഫഞ്ചൈ എന്ത് ചെയ്യുന്നില്ല? അവയുടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫഞ്ചൈ എവിടെ പ്ലേസ് ചെയ്യും? ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ എവിടെ പ്ലേസ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതായത് ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ലിനേയസിന്റെ ഡിമെറിറ്റ്സ്? ഒന്ന്, ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. സെക്കൻഡ് ഡിമെറിറ്റ് എന്തായിരുന്നു? ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. തേർഡ് ഡിമെറിറ്റ് എന്തായിരുന്നു? ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. മാത്രമല്ല എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു ഏതർ കാറ്റഗറി. ഈ പറഞ്ഞ കാറ്റഗറി ഉൾപ്പെടാത്ത ഒത്തിരി ഓർഗാനിസംസ് ഇനിയുണ്ട്. ഇവയെക്കുറിച്ചും ലിനേയസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം രണ്ട് കാറ്റഗറിയിലോട്ട് മാത്രമേ ഓർഗാനിസംസിനെ മാറ്റിയിട്ടുള്ളൂ. എന്താണ്? കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം അനിമേലിയ എന്നും. ഇപ്പൊ നമ്മളൊരു ചോദ്യം അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. റെസ്പെക്റ്റഡ് ലിനേയസ്, വേർ വിൽ യു പ്ലേസ് യൂഗ്ലീന? മറുപടി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? പ്ലാന്റ് ക്യാരക്ടറും ആനിമൽ ക്യാരക്ടറും കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് യൂഗ്ലീന എന്നത്. പ്ലാന്റ് ക്യാരക്ടറും ആനിമൽ ക്യാരക്ടറും കാണിക്കുന്ന ഓർഗാനിസമാണ് യൂഗ്ലീന. യൂഗ്ലീനെ എവിടെ പ്ലേസ് ചെയ്യും? പ്ലാന്റ് കിങ്ഡത്തിൽ അല്ല കിങ്ഡം പ്ലാന്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ആനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? പ്ലാന്റിന്റെ സ്വഭാവവും അനിമലിന്റെ സ്വഭാവവും കാണിക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. റെസ്പെക്റ്റഡ് ലിനേയസ്, വേർ വിൽ യു പ്ലേസ് ഫഞ്ചൈ? ഫഞ്ചൈ നിങ്ങൾ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്? ഫഞ്ചൈയും എന്താണ്? ഫഞ്ചൈയില് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഫഞ്ചൈ നമുക്ക് പ്ലാന്റ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? എന്നാൽ ഫഞ്ചൈ ആനിമൽ കിങ്ഡത്തിന്റെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്, ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പക്ഷെ ഈ രണ്ട് ഗ്രൂപ്പിലും നമുക്ക് ആരെ എടുത്തു വെക്കാൻ നിവൃത്തിയില്ല? ഫഞ്ചൈ വെക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇത്തരം പോരായ്മകൾ വന്നതുകൊണ്ട് ഇതിനെ പരിഹരിച്ചുകൊണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ വന്നു. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ഏണസ്റ്റ് ഹേക്കൽ. എന്താണെന്ന് നോക്കാം. ലിനേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വന്ന പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ഡിമെറിറ്റ്സിനെ ക്ലിയർ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയ മറ്റൊരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ഏണസ്റ്റ് ഹേക്കൽ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹേക്കൽ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ആരാണ്? ഏണസ്റ്റ് ഹേക്കൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ 3 കിങ്ഡംസ് ഉണ്ട്. ഏതൊക്കെയാണവ? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഏതൊക്കെയാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. പ്ലാന്റേ, അനിമേലിയ എന്നത് ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പ്രോട്ടിസ്റ്റ എന്നൊരു കിങ്ഡത്തെ കൂടെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഏതൊക്കെയാണ് ഏണസ്റ്റ് ഹേക്കലിന്റെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡംസ്? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ഏതാണ്? യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. അപ്പോൾ ഇനി ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വേർ വിൽ വി പ്ലേസ് പ്രോകാരിയോട്സ്? പ്രോകാരിയോട്സിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്? ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഡിമെറിറ്റ്. അപ്പൊ എന്താണ് ഏണസ്റ്റ് ഹേക്കലിന്റെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഡിമെറിറ്റ്? അതായത് പ്രോകാരിയോട്സിനെ അദ്ദേഹം എവിടെയും പ്ലേസ് ചെയ്തില്ല. ഏണസ്റ്റ് ഹേക്കലിന്റെ ഡിമെറിറ്റിനെ ക്ലിയർ ചെയ്തുകൊണ്ട് മറ്റൊരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ രംഗത്തെത്തി. അതാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ കോപ്ലാൻഡ്. അപ്പോൾ ഏണസ്റ്റ് ഹേക്കലിന്റെ ക്ലാസിഫിക്കേഷനിലെ ഡിമെറിറ്റിനെ ക്ലിയർ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ കോപ്ലാൻഡ്. അപ്പോൾ ഇതിൽ 4 കിങ്ഡംസ് ഉണ്ട്. ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. പ്രോട്ടിസ്റ്റ, പ്ലാന്റേ, അനിമേലിയ എന്നിവ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനുണ്ട്. എക്സ്ട്രാ ആഡ് ചെയ്യപ്പെട്ട കിങ്ഡം ഏതാണ്? മൊണീറ. അപ്പൊ മൊണീറ എന്ന കിങ്ഡംസിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അപ്പൊ പ്രോകാരിയോട്സിനെ ഇവിടെ എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു. കിങ്ഡം മൊണീറയിൽ വരുന്നത് ഏതാണ്? പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ് കിങ്ഡം മൊണീറ എന്ന കാറ്റഗറിയിൽ എന്ന കിങ്ഡത്തിൽ വരുന്നത്. ദെൻ പ്രോട്ടിസ്റ്റയിൽ വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ്. ദെൻ
പ്ലാന്റ്സ് എല്ലാം പ്ലാന്റയിൽ വരുന്നുണ്ട്, ആനിമൽസ് അനിമേലിയ എന്ന കിങ്ഡത്തിൽ വരുന്നുണ്ട്. ദെൻ ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ അവശേഷിക്കുന്നുണ്ട്. വേർ വിൽ വി പ്ലേസ് ഫഞ്ചൈ? ഫഞ്ചൈ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തോ? ഇല്ല. ഫഞ്ചൈ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? അപ്പോൾ 4 കിങ്ഡം, നമ്മുടെ കോപ്ലാന്റിന്റെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഡിമെറിറ്റ് എന്താണ്? ഫഞ്ചയെ ശരിക്കും ഒരു പ്ലേസിൽ എന്ത് ചെയ്തില്ല, വെച്ചില്ല എന്നതാണ് ഇവിടുത്തെ ഡിമെറിറ്റ്. അപ്പോൾ ഫഞ്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു പ്ലേസ് ഒരുക്കിക്കൊണ്ട് 5ാമത് ഒരു ക്ലാസിഫിക്കേഷൻ രംഗത്തെത്തി. അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റാക്കർ. RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. നമ്മുടെ NCERT ടെക്സ്റ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് വിറ്റാക്കറിന്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ 5 കിങ്ഡംസ് ഉണ്ടെന്ന് പറഞ്ഞു. മൊണീറയിൽ ഏതൊക്കെയാണ് വരുന്നത്? മൊണീറയിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് വരുന്നത്. ദെൻ പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ഉൾപ്പെടുന്നുണ്ട്. ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഓർഗാനിസംസ് ഈ കിങ്ഡംസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഫോളോ ചെയ്യേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. എന്നാൽ റീസെന്റ് ആയിട്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് കോൾ വെയ്സിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കോൾ വെയ്സിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അതുകൂടെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോൾ വെയ്സിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർക്കി ബാക്ടീരിയ, കിങ്ഡം യു ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഏതൊക്കെയാണ്? കിങ്ഡം ആർക്കി ബാക്ടീരിയ, കിങ്ഡം യു ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഇവിടെ ഇദ്ദേഹം മൊണീറയെ 2 കിങ്ഡമായിട്ട് തിരിച്ചതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ എന്നിവയെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ വെയ്സിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊണീറ അദ്ദേഹം 2 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? കിങ്ഡം ആർക്കി ബാക്ടീരിയ, കിങ്ഡം യു ബാക്ടീരിയ. നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് മൊണീറയിൽ വരുന്നത്, അതായത് ബാക്ടീരിയ ആണ് മൊണീറയിൽ വരുന്നത്. ഈ ബാക്ടീരിയ അദ്ദേഹം 2 കാറ്റഗറി തിരിച്ചു. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. ആർക്കി എന്ന പദം സൂചിപ്പിക്കുന്നത് ആൻഷ്യന്റിനെയാണ്, അല്ലെ? നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ എർത്ത് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എക്സ്ട്രീം കണ്ടീഷൻസിൽ ഹ്യൂമൻ ബീങ്സിനോ മറ്റുള്ള ആനിമൽസിനോ ഒന്നും നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ ആൻഷ്യന്റ് കണ്ടീഷനിൽ വളർന്നിരുന്ന ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ആർക്കി ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ആൻഷ്യന്റ് ബാക്ടീരിയ. ഇവയ്ക്ക് എക്സ്ട്രീം കണ്ടീഷൻസിൽ വളരാൻ സാധിക്കും. അതായത് ഹോട്ട് വാട്ടർ സ്പ്രിങ്സ്, ദെൻ പിന്നെ എന്താണ് ഡെസേർട്ട്, ഇതുപോലുള്ള എക്സ്ട്രീം കണ്ടീഷൻ, അത് എക്സ്ട്രീം ഹോട്ട് ആയിക്കോട്ടെ എക്സ്ട്രീം കോൾഡ് ആയിക്കോട്ടെ, അത്തരം സിറ്റുവേഷനിൽ വളരാൻ കഴിയുന്ന ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ. നമ്മൾ അതിനെ ആൻഷ്യന്റ് ബാക്ടീരിയ എന്ന് പറയും. ഇവയ്ക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? എക്സ്ട്രീം കണ്ടീഷൻസിൽ വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ യു ബാക്ടീരിയ, യു എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ, യു എന്ന് പറഞ്ഞാൽ ട്രൂ, അപ്പോൾ ട്രൂ ബാക്ടീരിയ. നമ്മുടെ റീസെന്റ് ഡേ ബാക്ടീരിയ ആണ് നമ്മൾ യു ബാക്ടീരിയ എന്ന് പറയുന്നത്. റീസെന്റ് ഡേ ബാക്ടീരിയ എന്ന് വെച്ചാൽ നാം അധിവസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകൾ. അപ്പോൾ ആർക്കി ബാക്ടീരിയയിൽ വരുന്നത് എന്താണ്? ആൻഷ്യന്റ് ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയ എന്ന് പറയുന്നത് റീസെന്റ് ഡേ ബാക്ടീരിയ. എല്ലാ സിറ്റുവേഷൻസിലും, സാധാരണഗതിയിലുള്ള എല്ലാ സിറ്റുവേഷൻസിലും വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയ. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രോട്ടിസ്റ്റയിൽ വരുന്നത് യൂണിസെല്ലുലാർ യൂകാരിയോട്സ് തന്നെയാണ്. ദെൻ ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ. അപ്പോൾ 1977ലാണ് കോൾ വെയ്സിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ കോൾ വെയ്സിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലെ കിങ്ഡംസ് ഏതൊക്കെയാണ്? കിങ്ഡം ആർക്കി ബാക്ടീരിയ, കിങ്ഡം യു ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, അനിമേലിയ. ഇദ്ദേഹം മൊണീറയെ 2 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെയുള്ളവയെ വീണ്ടും നമ്മൾ 2 കാറ്റഗറിയിലേക്ക് മാറ്റാറുണ്ട്. ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് ഇവയെ നമ്മൾ ക്ലാസിഫൈ അല്ലെങ്കിൽ ഈ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 കാറ്റഗറിയിലേക്ക് വീണ്ടും മാറ്റാറുണ്ട്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നും നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പേര് പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളതോ എന്നുള്ള മീനിങ് അല്ല.
ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചു മാത്രം ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്ത സിസ്റ്റംസ് ഉൾപ്പെടുന്ന ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിനകത്ത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സും വരുന്നുണ്ട്. അതായത് എവല്യൂഷണറി ക്യാരക്ടേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വെരി ഫ്യൂ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം. ഓർഗാനിസംസിന്റെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവയെ കാറ്റഗറൈസ് ചെയ്യുന്ന സിസ്റ്റംസ് വരുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ്. നമ്മുടെ ലിനേയസിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത് നോക്കാം, ലിനേയസിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതാണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂ ക്യാരക്ടേഴ്സിനെ, വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിലൊരു എക്സാമ്പിൾ ആണ് ലിനേയസിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദെൻ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോർ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആർ കൺസിഡർഡ് ഹിയർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സിനെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എവല്യൂഷണറി ക്യാരക്ടേഴ്സിനെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ്. അതായത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോപ്ലാൻഡ്സ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കോൾ ബേസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ? കോപ്ലാൻഡ്സ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കോൾ ബേസസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇനി എന്താണ് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റാക്കർ, അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ടേബിളിലേക്ക് പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മാത്രമല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. അത് ഒഴിവാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ടേബിളിലോട്ട് പോയാൽ അത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡംസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടി അദ്ദേഹം സിലക്ട് ചെയ്ത ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നോക്കാം. മെയിൻ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ വിറ്റാക്കർ ആണ് ഏതൊക്കെയാണ്? സെൽ ടൈപ്പ്, ദെൻ സെൽ വോൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ദെൻ ഓർഗനൈസേഷൻ. താലസ് ഓർഗനൈസേഷൻ ആകാം, ബോഡി ഓർഗനൈസേഷൻ ആകാം. അപ്പൊ ഏതൊക്കെയാണ്? സെൽ ടൈപ്പ്, സെൽ വോൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ദെൻ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് നോക്കാം. സെൽ ടൈപ്പ് പ്രോകാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മെയിൻ ക്രൈറ്റീരിയയിൽ ഒന്നാമത്തെ എന്തായിരുന്നു? ബേസിക് ക്രൈറ്റീരിയ ആയിരുന്നു സെൽ ടൈപ്പ് എന്നത്. ഈ സെൽ ടൈപ്പ് പ്രോകാരിയോട്ട് ആണോ അല്ലെങ്കിൽ ആ ഓർഗാനിസം യൂകാരിയോട്ട് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പ്രോകാരിയോട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രോ മീൻസ് പ്രിമിറ്റീവ്, കാരിയോൺ ന്യൂക്ലിയസ്. അപ്പൊ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളവ, ട്രൂ ന്യൂക്ലിയസ് അല്ലാത്തവ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോയിഡ് എന്നൊരു സ്ട്രക്ചർ ആണ് ഇത്തരം ഓർഗാനിസംസിന് ഉണ്ടാവുക. അതായത് ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ. പ്രത്യേകിച്ചും ബാക്ടീരിയ വരുന്ന ഗ്രൂപ്പാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള, ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയോയിഡ് ഉള്ള എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് പ്രോകാരിയോട്സ്. ദെൻ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് എല്ലാം ഏതിൽ വരുന്നുണ്ട്? യൂകാരിയോട്സിൽ വരുന്നുണ്ട്. ട്രൂ ന്യൂക്ലിയസ് ആണെങ്കിൽ എന്ത് പറഞ്ഞു? അതിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കണം, ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കണം, ന്യൂക്ലിയോ പ്ലാസം ഉണ്ടായിരിക്കണം, അതിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, ദെൻ ന്യൂക്ലിയോലസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രൂ ന്യൂക്ലിയസ് ആണ്. അത്തരം ഓർഗാനിസംസ് വരുന്നത് യൂകാരിയോട്സിലാണ്. അപ്പോൾ സെൽ ടൈപ്പ് എന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്. ഓർഗാനിസം പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ എന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇനി അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ സെൽ വോൾ എന്ന അവസ്ഥയിലേക്ക് വരും. ഈ സെൽ വോള് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സെൽ വോള് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം മാത്രം നോക്കണം. പ്ലാന്റ്സിലാണെങ്കിൽ സെൽ വോൾ പ്രസന്റ് ആണ്. ഇനി സെൽ വോൾ ആബ്സെന്റ് ആണെങ്കിലോ അത് ഏത് ഗ്രൂപ്പായിട്ട് വരും? ആനിമൽസിലോട്ട് വരുന്നുണ്ട്. അപ്പൊ സെൽ വോൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ആയിട്ട് എന്ത് പറയാം? നമുക്ക്
പ്ലാന്റ്സ് എന്ന് പറയാം, എന്നാൽ സെൽ വാളുള്ള മറ്റു ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ സെൽ വാൾ ഇല്ലെങ്കിൽ എന്താണ്? ആനിമൽസ് ആണ്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ച് നോക്കുമ്പോൾ ഓട്ടോട്രോപ്സ് ആണോ ഹെറ്ററോട്രോപ്സ് ആണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അവയുടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യേണ്ട ശേഷി അവയ്ക്ക് തന്നെ ഉണ്ട്. ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഓട്ടോട്രോപ്സ്. മെയിനായിട്ട് വരുമ്പോൾ പ്ലാന്റ്സ് നമുക്ക് പറയാം, എന്നാൽ മറ്റുള്ളവയുണ്ട്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഫുഡിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തവ നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുത്താം, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുമ്പോൾ ഏതൊക്കെ പറയാം? ഓട്ടോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ്. ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ ഓട്ടോട്രോപ്സിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വയം ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണെങ്കിൽ അവ ഹെറ്ററോട്രോപ്സ് എന്ന ഓർഗാനിസംസിൽ വരും. ഇത് മെയിനായിട്ട് ആനിമൽസ്, ഫഞ്ചൈ എന്നിവ വരുന്ന ഗ്രൂപ്പാണ്. ദെൻ ഇനി ഇവയുടെ ബോഡി ഓർഗനൈസേഷൻ നോക്കുമ്പോൾ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. യൂണിസെല്ലുലാർ ആണെങ്കിൽ ഒരു സെൽ മാത്രമേ കാണത്തുള്ളൂ, മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽസ് കാണപ്പെടുന്നു. അപ്പോൾ വിറ്റാക്കർ ഉപയോഗിച്ച മെയിൻ ക്രൈറ്റീരിയ ഏതൊക്കെയാണ്? സെൽ ടൈപ്പ്, പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്ട് ആണോ എന്ന കാര്യം നോക്കുക. ദെൻ സെൽ വാൾ, പ്രസൻസ് ഓർ ആബ്സെൻസ്, സെൽ വാൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുമ്പോൾ ഓട്ടോട്രോപ്സ് ആണോ ഹെറ്ററോട്രോപ്സ് ആണോ. ദെൻ ഓർഗനൈസേഷൻ വരുമ്പോൾ സെല്ലുലാർ, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ഇനി കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഓർഗാനിസംസ് ഏതൊക്കെ കിങ്ഡത്തിലേക്ക് വന്നത് എന്ന് വിറ്റാക്കർ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ലോവർ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകണം. ടേബിളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇത്രയും കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കില്ല, നിങ്ങൾ തനിയെ എഴുതും, ശ്രദ്ധിക്കാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടത് കോംപ്ലക്സിറ്റി ഓഫ് സെൽ, അതായത് ഈ സെൽ ടൈപ്പ് തന്നെയാണ് കോംപ്ലക്സിറ്റി ഓഫ് സെൽ. കോംപ്ലക്സിറ്റി ഓഫ് സെൽ ഏതൊക്കെ പറഞ്ഞു? പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്. ഇത് വളരെ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണേ. പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് എന്ന് പറഞ്ഞു. പ്രോകാരിയോട്സ് വരുന്നത് ഏത് കിങ്ഡത്തിലാണെന്ന് പറഞ്ഞു? കിങ്ഡം മോണീറ. അപ്പൊ ഒന്നാമത്തെ കിങ്ഡം വന്നു. ഏതാണ്? കിങ്ഡം മോണീറ. കിങ്ഡം മോണീറയിൽ വരുന്ന ഓർഗാനിസംസിന്റെ പ്രത്യേകത അറിയാമല്ലോ. നമ്മുടെ പ്രോകാരിയോട്സിന്റെ സവിശേഷത തന്നെയാണ്. ന്യൂക്ലിയോയിഡ് ആണുള്ളത്. ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ട്രൂ ന്യൂക്ലിയസ് അല്ല. അപ്പൊ ഇത്തരം ഓർഗാനിസംസ് വരുന്ന കിങ്ഡം ഏതാണ്? കിങ്ഡം മോണീറ. അപ്പൊ ഇത് നമ്മുടെ ഇത്രയും ഭാഗം നമ്മൾ മാറ്റി വെച്ചു. പ്രോകാരിയോട്സ് ഇതിലാണ് വരുന്നത്, കിങ്ഡം മോണീറ. കിട്ടിയല്ലോ. ദെൻ ഇനി അടുത്ത കിങ്ഡത്തിലേക്ക് പോകാം. ദെൻ അടുത്തത് നമ്മുടെ കോംപ്ലക്സിറ്റി ഓഫ് സെല്ലില് ഫസ്റ്റ് പ്രോകാരിയോട്സ് ആണ്, സെക്കൻഡ് എന്താണ്? യൂകാരിയോട്സ്. പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ യൂകാരിയോട്സ് ആണെങ്കിൽ ആ ഓർഗാനിസം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? യൂകാരിയോട്ടിക് ഓർഗാനിസംസിനെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ യൂകാരിയോട്സിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് ഉണ്ട്? യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കിങ്ഡത്തിൽ നമ്മൾ പഠിച്ചു, 5 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ പ്രോട്ടിസ്റ്റയെ കുറിച്ച് പറഞ്ഞു. എന്താണ് പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകത? യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ഉൾപ്പെടുന്നതാണ് പ്രോട്ടിസ്റ്റ. അപ്പൊ രണ്ടാമത്തെ കിങ്ഡം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ആരാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ. രണ്ടാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ഏതാണ്? യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. ദെൻ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സിറ്റി ഓഫ് ഓർഗാനിസംസ് വെച്ചിട്ട് യൂകാരിയോട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ്? യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും. യൂണിസെല്ലുലാർ യൂകാരിയോട്സ് വരുന്ന വിഭാഗമാണ് പ്രോട്ടിസ്റ്റ. അപ്പൊ കിങ്ഡം മൊണീറയായി, കിങ്ഡം പ്രോട്ടിസ്റ്റയായി. ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇവയുടെ ആഹാര രീതി, ആഹാരം ഇൻടേക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ് നോക്കുക. മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് 3 രീതിയിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. ഓട്ടോട്രോപ്സ് ഉണ്ട്, സാപ്രോഫൈറ്റ്സ് ഉണ്ട്, ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡേക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് എടുക്കുന്നവ, ചീഞ്ഞ് അഴുകിയ വസ്തുക്കളിൽ നിന്ന് ആഹാരം എടുക്കുന്ന ഓർഗാനിസംസ് ആണ് സാപ്രോഫൈറ്റ്സ്. ദെൻ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് നമ്മുടെ യൂകാരിയോട്സിനെ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സിനെ 3 കാറ്റഗറി തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓട്ടോട്രോപ്സ്, സാപ്രോഫൈറ്റ്സ്, ഹെറ്ററോട്രോപ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡിനെ ഇൻടേക്ക് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്, അതായത് ഫഞ്ചൈ. സാപ്രോഫൈറ്റ്സിൽ വരുന്നത് ഫഞ്ചൈ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കിങ്ഡം ഇവിടെ ആയിക്കഴിഞ്ഞു. ആരാണ് മൂന്നാമത്തെ കിങ്ഡം? ഫഞ്ചൈ. നെക്സ്റ്റ് ഓട്ടോട്രോപ്സ്. അവയുടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നത്. കോംപ്ലക്സിറ്റി ഓഫ് സെൽ നോക്കുമ്പോൾ യൂകാരിയോട്സ് ആണ്. കോംപ്ലക്സിറ്റി ഓഫ്
ഓർഗാനിസം നോക്കുമ്പോഴത്തേക്കും ഓർഗനൈസേഷൻ നോക്കുമ്പോഴത്തേക്കും മൾട്ടി സെല്ലുലാർ ആണ്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുമ്പോഴത്തേക്കും ഓട്ടോട്രോപ്സ് വന്നു. ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പ്ലാന്റേ. അപ്പൊ നാലാമത്തെ നമ്മുടെ കിങ്ഡം ആയി ഏതാണ്? കിങ്ഡം പ്ലാന്റേ. ദെൻ നെക്സ്റ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹെറ്ററോട്രോപ്സ്. ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഫിഫ്ത്ത് കാറ്റഗറി ആയ കിങ്ഡം അനിമേലിയ. കിട്ടിയല്ലോ, കിങ്ഡം അനിമേലിയ. ഇത്രയും കാര്യം അറിയാമെങ്കിൽ ടേബിൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നുകൂടെ നോക്കാം. കോംപ്ലക്സിറ്റി ഓഫ് സെൽ നോക്കുമ്പോൾ പ്രോകാരിയോട്സും യൂകാരിയോട്സും വരുന്നുണ്ട്. പ്രോകാരിയോട്സിൽ വരുന്നത് മൊണീറ എന്ന വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ്. അപ്പൊ ഫസ്റ്റ് കിങ്ഡം ആയി കഴിഞ്ഞു മൊണീറ. ദെൻ യൂകാരിയോട്സിനെ കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ. നമുക്കറിയാം യൂണിസെല്ലുലാർ യൂകാരിയോട്സ് വരുന്നത് ഏതിലാണ്? പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡത്തിലാണ്. ദെൻ അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ച് നമ്മൾ ഇവയെ ഡിവൈഡ് ചെയ്യാണ്. മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് 3 ടൈപ്സ് ഓഫ് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. ഓട്ടോട്രോപ്സ്, സാപ്രോഫൈറ്റ്സ്, ഹെറ്ററോട്രോപ്സ്. ഓട്ടോട്രോപ്സ് ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നവ. സാപ്രോഫൈറ്റ്സ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നവ. ഹെറ്ററോട്രോപ്സ് ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവ. അപ്പോൾ സാപ്രോഫൈറ്റ്സിൽ വരുമ്പോൾ ആരാണ് വരുന്നത്? ഫഞ്ചൈ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കിങ്ഡം റെഡി ആയി കഴിഞ്ഞു. ആരാണ്? ഫഞ്ചൈ. ദെൻ ഓട്ടോട്രോപ്സ് വരുന്നത് പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ്. ദെൻ ഫോർത്ത് കിങ്ഡം പ്ലാന്റേ. ദെൻ ഹെറ്ററോട്രോപിക് ക്യാരക്ടർ കാണിക്കുന്നത് ആരാണ്? ആനിമൽസ് ആണ്. ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? ആനിമൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് കാറ്റഗറി ആയി കഴിഞ്ഞു ഏതാണ്? കിങ്ഡം അനിമേലിയ. ഇനി നമുക്ക് ടേബിളിലേക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് പഠിക്കാം. വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഓരോ കിങ്ഡത്തിലും വരുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇത് ക്യാരക്ടേഴ്സ് ആണ്, ഇത് 5 കിങ്ഡംസ് ആണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച മെയിൻ ക്രൈറ്റീരിയ ആണ് നമ്മളുടെ ക്യാരക്ടേഴ്സ് എടുത്തിട്ടുള്ളത്. നോക്കാം. സെൽ ടൈപ്പ് കിങ്ഡം മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ആണ്, അല്ലെ? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. നമ്മൾ പറഞ്ഞു കിങ്ഡം മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ്, അല്ലെ? അപ്പൊ മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ആണ്, എല്ലാവർക്കും അറിയാം. ദെൻ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇതെല്ലാം വരുന്നത് യൂകാരിയോട്ടിക് സെൽ ടൈപ്പ് ആണ്. യൂകാരിയോട്ടിക് സെല്ലാണ് ഇതിൽ വരുന്നത് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിവയിൽ വരുന്നത്. അപ്പൊ ഇനി കാണാതെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ സെൽ ടൈപ്പ് ഏതാണ്? കിങ്ഡം മൊണീറയിൽ മാത്രം പ്രോകാരിയോട്ടിക് ആണ്. മറ്റുള്ള കിങ്ഡത്തിലെ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിവയിൽ എന്താണ്? യൂകാരിയോട്ടിക് ആണ്. ഓർമ്മയുണ്ടല്ലോ. ദെൻ സെൽ വാൾ ഓർഗനൈസേഷൻ എങ്ങനെയാണ്? മൊണീറയില് നോൺ സെല്ലുലോസിക് ആണ്. മൊണീറയിൽ വരുന്നത് നോൺ സെല്ലുലോസിക് പറഞ്ഞു. മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്സ് ആണ്, പ്രത്യേകിച്ചും ബാക്ടീരിയകളാണ്. അപ്പൊ സെല്ലുലോസ് കൊണ്ടുള്ള ഒരു സെൽ വാൾ അല്ല ഇവിടെ ഉള്ളത്. സെല്ലുലോസ് കൊണ്ടുള്ള സെൽ വാൾ അല്ല, അതുകൊണ്ടാണ് നോൺ സെല്ലുലോസിക് എന്ന് പറയുന്നത്. ഈ നോൺ സെല്ലുലോസിക് സെൽ വാൾ ഏതൊക്കെ കമ്പോണൻസ് ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. പോളിസാക്കറൈഡും അമിനോ ആസിഡും. എ എന്ന് കൊടുത്തിരിക്കുന്നത് അമിനോ ആസിഡ് ആണ്. പോളിസാക്കറൈഡ് പ്ലസ് അമിനോ ആസിഡ് ഉണ്ടായ ഒരു സെൽ വാൾ ആണ് പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള മൊണീറയിൽ കാണപ്പെടുന്നത്. ഇത് നോൺ സെല്ലുലോസിക് ആണ്. പ്രോട്ടിസ്റ്റയിൽ വരുമ്പോഴത്തേക്കും പ്രസന്റ് ഇൻ സം ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. അപ്പോൾ ചില ഓർഗാനിസംസിൽ സെൽ വാൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് പറയാം? പ്രസന്റ് ഇൻ സം ഓർഗാനിസംസ്. ചില ഓർഗാനിസംസിൽ മാത്രമാണ് പ്രോട്ടിസ്റ്റയിൽ സെൽ വാൾ കാണപ്പെടുന്നത്. ഫഞ്ചിയിലേക്ക് വരുമ്പോഴോ സെൽ വാൾ ഉണ്ട്, പക്ഷെ അത് സെല്ലുലോസ് അല്ല. ഫഞ്ചിയിൽ വരുമ്പോഴത്തേക്കും സെൽ വാൾ ഉണ്ട്, പക്ഷെ അത് സെല്ലുലോസിക് അല്ല. അപ്പോൾ വിത്തൗട്ട് സെല്ലുലോസ്. സെൽ വാൾ ഫഞ്ചിയിൽ പ്രസന്റ് ആണ്, വിത്തൗട്ട് സെല്ലുലോസ്. പ്ലാന്റയിൽ വന്നാലോ സെല്ലുലോസ് ഉണ്ട്, അത് സെൽ വാൾ ഉണ്ട്, അത് സെല്ലുലോസിനാൽ നിർമ്മിതമാണ്. അപ്പൊ പ്ലാന്റയിൽ വരുമ്പോഴത്തേക്കും സെല്ലുലോസിക് സെൽ വാൾ പ്രസന്റ്. അനിമലിലേക്ക് വരുമ്പോഴോ സെൽ വാൾ ഉണ്ടോ? ഇല്ല, ആനിമൽസിന് സെൽ വാൾ ആബ്സെന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ സെൽ വാൾ എന്ന ക്രൈറ്റീരിയ എന്ന ക്യാരക്ടറെ കുറിച്ചാണ് പറഞ്ഞത്. മൊണീറയിൽ നോൺ സെല്ലുലോസിക് സെൽ വാൾ ആണ് കാണപ്പെടുന്നത്. ഈ നോൺ സെല്ലുലോസിക് സെൽ വാൾ ഏതൊക്കെ കമ്പോണന്റുകൾ ചേർന്നുണ്ടായതാണ്? പോളിസാക്കറൈഡ് പ്ലസ് അമിനോ ആസിഡ്. പ്രോട്ടിസ്റ്റയിൽ ചില ഓർഗാനിസംസിൽ മാത്രമേ സെൽ വാൾ കാണപ്പെടുന്നുള്ളൂ. പ്രസന്റ് ഇൻ സം ഓർഗാനിസംസ് ഓൺലി. ദെൻ ഫഞ്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും സെൽ വാൾ ഉണ്ട്, പക്ഷെ വിത്തൗട്ട് സെല്ലുലോസ്. സെല്ലുലോസിനാൽ നിർമ്മിതമല്ലാത്ത, സെല്ലുലോസ് അല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന സെൽ വാൾ ആണ് ഫഞ്ചയിലുള്ളത്. ദെൻ പ്ലാന്റയിൽ വരുമ്പോഴത്തേക്കും സെല്ലുലോസിക് സെൽ വാൾ ആണ് ഉള്ളത്. സെൽ വാൾ പ്രസന്റ് ആണ്, എന്നാൽ സെല്ലുലോസിനാൽ നിർമ്മിതവുമാണ്.
ഇനി അനിമാലിയിലേക്ക് വരുമ്പോഴോ സെൽ വാളിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അനിമാലിയയിൽ സെൽ വാൾ ഇല്ല. അപ്പോൾ കിങ്ഡം അനിമേലിയ സെൽ വാൾ ആബ്സെന്റ്. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഇത് നമുക്കറിയാം. പ്രോക്കേരിയോട്സിലാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ? അത് ന്യൂക്ലിയോയിഡ് അല്ലേ, ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാകുമോ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഇവിടെ മാത്രം ആബ്സെന്റ് വരും അല്ലേ. മൊണീറയിൽ മാത്രം ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, കാരണം അത് ന്യൂക്ലിയോയിഡ് ആണ്. അതുകൊണ്ട് ബാക്കി പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിവയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എങ്ങനെയാണ്? പ്രസന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയത് ഏതിൽ മാത്രമാണ്? കിങ്ഡം മൊണീറയിൽ മാത്രമാണ്. ബാക്കി എല്ലാ കിങ്ഡത്തിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്യാരക്ടർ ബോഡി ഓർഗനൈസേഷൻ ആണ്. മൊണീറയിൽ വരുമ്പോഴത്തേക്കും സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ഏതാണ്? യൂണി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. അപ്പോഴവിടെ എന്ത് ഓർഗനൈസേഷൻ തന്നെയാണ്? സെല്ലുലാർ ലെവൽ തന്നെയാണ്. ഏതിലൊക്കെ? നമ്മുടെ മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും വരുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. മൊണീറയിൽ പ്രോക്കേരിയോട്സ് ആണ്, അപ്പോൾ സെല്ലുലാർ ലെവൽ തന്നെയാണ്. ഈ പ്രോട്ടിസ്റ്റയിൽ വരുമ്പോൾ എന്താണ് വരുന്നത്? യൂണി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. അപ്പോൾ അത് യൂണി സെല്ലുലാർ അല്ലെ, ഒരേ ഒരു സെല്ല് മാത്രമുള്ളത്. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് പ്രോട്ടിസ്റ്റയിൽ കാണപ്പെടുന്നത്. ഈ ഫഞ്ചിയിലേക്ക് വരുമ്പോൾ മൾട്ടി സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണപ്പെടുന്നത്. പ്ലാന്റിൽ നമുക്കറിയാലോ, ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ട്, ചിലതിൽ ഓർഗൻ ഉണ്ട്. ലീഫ് ഓർഗൻ ആണ്, സ്റ്റെം ഒരു ഓർഗൻ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലാന്റിൽ എന്ത് പറയാം? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണപ്പെടുന്നുണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണപ്പെടുന്നുണ്ട്. ഇനി അനിമാലിലേക്ക് വന്നാലോ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസംസ് ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസംസ് ഉണ്ട്. ഓർഗൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദെൻ സർക്കുലേറ്ററി സിസ്റ്റം, ഇങ്ങനെ ഓർഗൻ സിസ്റ്റം ലെവലുള്ള ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഫഞ്ചിയിൽ വരുമ്പോഴത്തേക്കും അത് മൾട്ടി സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി വരുന്നുണ്ട്. പ്ലാന്റിലേക്ക് വരുമ്പോഴോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട്. അനിമേലിയയിലേക്ക് വരുമ്പോഴത്തേക്കും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണപ്പെടുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്യാരക്ടറിലേക്ക് പോകാം. എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ. ആഹാരം എടുക്കുന്ന രീതി അനുസരിച്ച് മൊണീറയിൽ ഓട്ടോട്രോപിക് ഓർഗാനിസംസും വരുന്നുണ്ട്, ഹെറ്ററോട്രോപിക് ഓർഗാനിസംസും വരുന്നുണ്ട്. ഇത് കുറച്ച് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പൊ മൊണീറയിൽ ഓട്ടോട്രോപിക് ഓർഗാനിസംസും വരുന്നുണ്ട്, ഹെറ്ററോട്രോപിക് ഓർഗാനിസംസും വരുന്നുണ്ട്. ഈ മൊണീറയിലെ ഓട്ടോട്രോപിക് എന്ന് പറയുമ്പോൾ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. കീമോ സിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോ സിന്തറ്റിക്കും ഉണ്ട്. ഓട്ടോട്രോപിക്കിൽ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? കീമോ സിന്തറ്റിക് എന്നും ഫോട്ടോ സിന്തറ്റിക് എന്നും രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. കീമോ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവ. ദെൻ ഫോട്ടോ സിന്തറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ തന്നെയുണ്ട്. ഫോട്ടോ മീൻസ് ലൈറ്റ്, ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നവ. മനസ്സിലായോ? ഓട്ടോട്രോപിക് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കീമോ സിന്തറ്റിക്കും ഫോട്ടോ സിന്തറ്റിക്കും. കീമോ സിന്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെമിക്കൽ എനർജിയുടെ സഹായത്തോടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നവ. ഫോട്ടോ സിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഫോട്ടോ മീൻസ് ലൈറ്റ്, ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്തവ. ഇനി അത് ഹെറ്ററോട്രോപ്സ് ആണെങ്കിലോ, ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണെങ്കിലോ, അത് സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആയിരിക്കാം. സാപ്രോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിന്റെ പുറത്തു നിന്ന് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നവ. പാരസൈറ്റിക് എന്ന് പറയുമ്പോൾ മറ്റൊരു ഓർഗാനിസത്തിന്റെ പുറത്തോ അകത്തോ ഇരുന്നു കൊണ്ട് അതിൽ നിന്ന് ഫുഡ് എടുക്കുന്നവ. ഇനി അടുത്ത പ്രോട്ടിസ്റ്റയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോപ്പിക്കും ഉണ്ട്, എന്നാൽ ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. പ്രോട്ടിസ്റ്റയിൽ ഏതൊക്കെയുണ്ട്? ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ് ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ കെമിക്കൽ എനർജി ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, മൊണീറയിൽ മാത്രമേ വരുന്നുള്ളൂ. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ് ഫോട്ടോസിന്തറ്റിക് ആണ്. ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ മാത്രമേ ഇവ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ദെൻ ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസംസും പ്രോട്ടിസ്റ്റയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഫഞ്ചയിലേക്ക് വന്നാലോ, ഫഞ്ചൈ എല്ലാം തന്നെ ഹെറ്ററോട്രോപ്പിക് ആണ്. കാരണം എന്തില്ല? ക്ലോറോഫിൽ ഇല്ല, ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യേണ്ട കപ്പാസിറ്റി ഇല്ല. ഇവ ഹെറ്ററോട്രോപ്പിക് ആണ്. ഇത് സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആകാം. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിന്റെ പുറത്തോ അകത്തോ വസിച്ചുകൊണ്ട് ഫുഡ് എടുക്കുന്നവയോ ആയിരിക്കാം. അപ്പോൾ ഫഞ്ചൈ ഹെറ്ററോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫഞ്ചൈ ഹെറ്ററോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അത് സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആകാം. പ്ലാന്റിലേക്ക് വരുമ്പോൾ ഒന്നും നോക്കാനില്ല, എന്താണ്? ഓട്ടോട്രോപ്പിക് ആണ്. സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് നമ്മൾ പറയുന്നത് ആരെയാണ്? പ്ലാന്റ്സിനെ തന്നെയാണ്. അപ്പൊ പ്ലാന്റിൽ വരുമ്പോൾ ഓട്ടോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്, അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ക്ലോറോഫിൽ എന്ന ഒരു സ്ട്രക്ചർ
ഗ്രീൻ പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഈ ക്ലോറോഫിലിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സൺലൈറ്റിന്റെ സഹായത്തോടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫോട്ടോ സിന്തറ്റിക് ആണ്. ദെൻ അനിമലിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സംശയമില്ല, ഹൈഡ്രോട്രോപ്പിക് ആണ്. ഫുഡിന് വേണ്ടി മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണ്. അപ്പോൾ പ്ലാന്റ്സ് ഫുള്ളി ഓട്ടോട്രോപ്പിക് ആണ്. അനിമേലിയയിൽ വരുന്ന അനിമൽസ് ഫുള്ളി ഹെറ്ററോട്രോപ്പിക് ആണ്. അത് ഹോളോസോയിക്കോ സാപ്രോഫൈറ്റിക്കോ ആയിരിക്കാം. ഫുഡ് വായുവിലൂടെ എടുക്കുന്നതോ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിലൂടെ എടുക്കുന്നതോ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഏതൊക്കെയായിരുന്നു? ക്യാരക്ടേഴ്സ്, സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.